എല്ലാവർക്കും നമസ്കാരം. മൗനരാഗത്തിന്റെ ഇനി വരുന്ന ഒരാഴ്ചയിലെ ആ ഒരു ഗംഭീരമായിട്ടുള്ള വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ താരയുടെ ആ ഒരു ശരീരം അതെങ്ങനെയും മറവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരാൾക്ക് 50,000 രൂപ എന്നുള്ള രീതിയിൽ നമ്മുടെ ശാരി 2 ലക്ഷം രൂപ നമ്മുടെ മനുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. പെരുങ്കള്ളന്റെ കയ്യിൽ തന്നെയാണ് ശാരി ഈ കാശ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ശാരി വിശ്വസിച്ചു പൂർണ്ണമായിട്ടും തൻ്റെ മരുമകൻ തന്നെ ചതിക്കില്ല എന്ന് തന്നെ. അങ്ങനെ ആ കാശുമൊക്കെ ആയിട്ട് നമ്മുടെ മനു ആണെങ്കിലോ ശാരി പറഞ്ഞതുപോലെ തന്നെ താരയുടെ ആ ഡെഡ് ബോഡിയൊക്കെ കാറിൽ കയറ്റിയിട്ട് അതുമായിട്ട് ആശാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ കല്യാണിയോട് കിരൺ ഒരു കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. ഞാനേ നയനയ്ക്കും ആദർശനും അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരു ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിന്റെ ഈ ഒരു വിജയം അത് ഞങ്ങൾ അങ്ങ് ആഘോഷിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാർട്ടി. അപ്പം ഈ ഒരു പാർട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കിരൺ ആണെങ്കിൽ ഡ്രൈവ് ചെയ്ത് വരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ കാണിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പം നമ്മുടെ കല്യാണി ആണെങ്കിലോ ഇവിടെ ഈ ഒരു ഹോട്ടൽ റൂമിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കിരണിനെ നല്ലതുപോലെ മിസ് ചെയ്തിട്ട് അവൻ്റെ കാര്യങ്ങളും കല്ലുമോൻ്റെ കാര്യങ്ങളും ഒക്കെ ആലോചിച്ച് സങ്കടത്തിലൊക്കെ ഇരിക്കുകയാണ്. അന്നേരം കിരൺ വീണ്ടും വിളിച്ചു, കല്യാണി ഞങ്ങളിവിടെ ആഘോഷമൊക്കെ തുടങ്ങിയിട്ടോ. നയനയും അതുപോലെ തന്നെ ആദർശവും ഒക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ നയനയ്ക്ക് ഫോൺ കൊടുക്കാമെന്നും പറഞ്ഞിട്ട് നയനയുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ്. നയനയാണെങ്കിലോ വലിയ സന്തോഷത്തിൽ നമ്മുടെ കല്യാണിയോട് പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ അവാർഡ് നൈറ്റ് ഒക്കെ കണ്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടമായിടി, ഒരുപാട് സന്തോഷമൊക്കെ ആയി. പിന്നെ എനിക്ക് പറയാനുള്ളത്, നീ എന്തായാലും ഇനി വരുന്ന ആ ഒരു കോമ്പറ്റീഷനിൽ അതിൽ നിനക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടണം. അറിയാലോ കല്യാണി, നീ നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ ആ സമ്മാനമായിട്ട് നീ ഇനി മടങ്ങി വരാവുള്ളൂ എന്നൊക്കെ പറയുക. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കല്യാണി പറഞ്ഞു, ഉറപ്പായിട്ടും എനിക്കിപ്പോൾ ഒരേ ഒരു വിഷമേ ഉള്ളൂ, നിങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടടി ഞാൻ. എനിക്ക് ഓണം അവിടെ ആഘോഷിക്കാൻ പറ്റുന്നില്ലല്ലോ, ആ ഒരു സങ്കടത്തിലാണ്. സാരമില്ല കല്യാണി, ഇനിയുള്ള ഓണങ്ങളൊക്കെ ഗംഭീരമാക്കാനും കളർഫുൾ ആക്കാനും ഒക്കെ വേണ്ടിയിട്ടല്ലേ നീ അവിടെ പോയി നിൽക്കുന്നത്. അതുകൊണ്ട് നീ അതൊന്നും ആലോചിച്ച് സങ്കടപ്പെടണ്ടെന്നൊക്കെ പറഞ്ഞ് നയനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നു. പിന്നീടാണെങ്കിലും നമ്മുടെ CS നേരെ പോയിട്ട് നമ്മുടെ കിരണിൻ്റെ അടുത്ത് സംസാരിക്കുക, മോനെ അച്ഛനൊരു കാര്യം സംസാരിക്കാനുണ്ടടാ. നമ്മൾ താരയെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഒരു വിവരം കിട്ടിയില്ലല്ലോ, ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്ക് ആലോചിച്ചിട്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. താര അങ്ങനെ എങ്ങും പറയാതെ ഒന്നും പോകുന്നൊരു കൂട്ടത്തിലല്ലല്ലോ. അവൾ അവസാനമായിട്ട് പോയത് സരയുൻ്റെ വീട്ടിലേക്കാണ്. സരയുവിന് സാരി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ പോയിരിക്കുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ കിരൺ പറഞ്ഞു, അച്ഛാ വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും അന്വേഷിക്കാം. ഞാൻ ഒരു ദിവസം പോയതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടി സരയുനെയൊക്കെ ഒന്ന് പോയി കാണാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം ആ ഒരു ഓണത്തിൻ്റെ മേളമൊക്കെ നടക്കുകയാണ്. അപ്പം ഓണത്തിന് ആ ഒരു ദിവസം തന്നെ നമ്മുടെ സരയു ക്ഷേത്രത്തിൽ എത്തുകയാണ്. അവിടെ വന്ന പാടെ തന്നെ ക്ഷേത്രത്തിലെ ചില ചടങ്ങുകളിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ നമ്മുടെ CS രൂപയും കൂടി അതേ ക്ഷേത്രത്തിലെത്തി. അവിടെ വന്നതും രൂപയാണെങ്കിലോ നമ്മുടെ സരയുടെ കണ്ട പാടെ തന്നെ അവിടെ നിന്ന് മാറി നിന്നു. അതിനുശേഷം CS പോയിട്ട് സരയുടെ അടുത്ത് പോയി സംസാരിച്ചു. അല്ല, ഇത് പുത്തൻ ഉടുപ്പാണെന്ന് തോന്നുന്നല്ലോ, കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കിനും, അതെ ഇത് പുതിയ ഉടുപ്പാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. നിങ്ങൾ എൻ്റെ ആൻറ്റിയുടെ ഭർത്താവൊക്കെ ആയിരിക്കാം, നിങ്ങളും നിങ്ങളുടെ മക്കളും ഭാര്യയും ഒക്കെ തമ്മിൽ ഇപ്പം നല്ല ലോഹ്യത്തിലും ഒക്കെ ആയിരിക്കാം. പക്ഷേ എൻ്റെ അടുത്ത് നിങ്ങൾ സംസാരിക്കേണ്ട. എനിക്ക് എപ്പോഴും നിങ്ങളൊരു മോശ സ്വഭാവത്തിൽപ്പെട്ട ആളാണെന്ന് തന്നെയാണ് തോന്നുന്നത്. ആ മിണ്ടാപ്രാണിയായിട്ടുള്ള താരാൻറ്റിയെ പറ്റിച്ച് അവരുടെ ജീവിതം നശിപ്പിച്ച വ്യക്തിയായിട്ട് മാത്രമേ എനിക്ക് നിങ്ങളെ കണ്ടിട്ട് തോന്നുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ സരയും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ CS സംസാരിക്കുകയാണ്. CS ആണെങ്കിലും അവളുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവളോട് ക്ഷമിക്കുക. പിന്നീടാണെങ്കിലോ പുള്ളിക്കാരൻ മൊത്തത്തിൽ നമ്മുടെ സരയുടെ ഒന്ന് നോക്കി. അപ്പോഴാണ് ആൾക്ക് ആ ഒരു കാര്യം മനസ്സിലാകുന്നത്. ശരിക്കും പറഞ്ഞാൽ താരയുടെ കയ്യിൽ ഓണക്കോടിയൊക്കെ കൊടുത്തു വിട്ടത് CS തന്നെയാണ്. അപ്പൊ പുള്ളിക്കാരനും രൂപയും കൂടി ചേർന്ന് സെലക്ട് ചെയ്ത സാരിയാണ് സരയുന് വേണ്ടിയിട്ട് താര കൊണ്ടുവന്നത്. അപ്പൊ നോക്കുമ്പോഴാണെങ്കിലോ ഇത് താര വാങ്ങിക്കൊണ്ടുപോയ ആ സാരി തന്നെയാണ്. അപ്പം താര ഇത് ഇവളുടെ കയ്യിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താര ഇവരും തമ്മിൽ കണ്ടിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇതിനിടയ്ക്ക് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ CS ശരിക്കും അങ്ങ് ടെൻഷനായി. അങ്ങനെ ആശാൻ നമ്മുടെ കിരണിനെ വിളിച്ചിട്ട്, മോനെ കിരണെ, അച്ഛനൊരു കാര്യം സംസാരിക്കാനുണ്ട്, നീ ഒന്നിങ്ങ് വരുമോ എന്ന് ചോദിക്കുക. അപ്പൊ ഈ സമയത്താണെങ്കിലും കിരണാണെങ്കിലും, ഞാനിപ്പോൾ എത്തിക്കോളാം അച്ഛാ, എനിക്ക് വേറെ തിരക്കുകളൊന്നുമില്ല, ഞാൻ കല്യാണീനെ ഒന്ന് വിളിക്കട്ടെ, വിളിച്ചതിന് ശേഷം അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണി
അങ്ങനെ നമ്മുടെ കിരൺ കല്യാണി വിളിക്കുകയാണ്. അപ്പൊ കല്യാണി അവിടെ ചില ഓണത്തിരക്കുകളിലൊക്കെയാണ്. കല്യാണി പറഞ്ഞു, കിരണേട്ടാ ഇവിടെ നല്ല രീതിയിൽ എല്ലാവരും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിട്ട് നല്ല അടിച്ചു പൊളിച്ചു ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ ഓണാഘോഷമൊക്കെ എവിടം വരെ ആയെന്ന് ചോദിച്ചു. ഇവിടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി പോകുന്നു. നിന്റെ ഒരാളുടെ കുറവ് മാത്രമേ ഉള്ളൂ. നിന്നെ ശരിക്കും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ കല്യാണി എന്ന് പറഞ്ഞിട്ട് കിരൺ ഇങ്ങനെ കല്യാണിയുടെ അടുത്ത് സംസാരിക്കുക. അപ്പൊ കല്യാണി പറഞ്ഞു, ഞാനും ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ തിരുവാതിര കളിയും അതിൻ്റെ പ്രാക്ടീസും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കിലാണ്. നടക്കട്ടെ നടക്കട്ടെ. അല്ല കല്ലുമോൻ എവിടെ? കല്ലുമോനൊക്കെ ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം അധിക ദിവസം ഇല്ലല്ലോ നിന്റെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട്. ഇന്ന് വൈകുന്നേരമാണല്ലോ അത് നടക്കുന്നത്. എന്തായാലും അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥനയോട് കൂടി ഇരിക്കുക. പിന്നെ കല്യാണി, അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവമുണ്ട്. ഇന്ന് അച്ഛൻ സരയുനെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടു. അവിടെ വെച്ച് കണ്ടതും നമ്മുടെ താരാൻറ്റിയുടെ കയ്യിൽ അച്ഛൻ കൊടുത്തയച്ചിരിക്കുന്ന അതേ ഡ്രസ്സ് തന്നെയാണ് സരയു ഇട്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ താരാൻറ്റി സരയുൻ്റെ അടുത്ത് പോയിട്ടുണ്ടെന്നും ആ ഒരു ഡ്രസ്സ് സ്വീകരിച്ചിട്ടുണ്ടെന്നും അല്ലേ അർത്ഥം? അതും അല്ലെങ്കിൽ ശാരിയൻ്റെ ആയിരിക്കും അത് വാങ്ങിച്ചവൾക്ക് കൊടുത്തിരിക്കുന്നത്. എന്തോ ഇതിനിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. കിരണേട്ടാ, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അന്വേഷിക്കണം കേട്ടോ. താരാൻറ്റി ആണെങ്കിൽ ഒരു പാവമാണ്, ആരെന്ത് ചെയ്താലും പ്രതികരിക്കാത്ത കൂട്ടത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കല്യാണി കിരണിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ അത് തിരക്കണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. കിരൺ പറഞ്ഞു, ഞാനിപ്പോൾ അച്ഛനെ കാണാൻ പോവുകയാണ്. എന്തായാലും നീ അവിടെ നല്ല സന്തോഷമായിട്ട് ഇരിക്കുക. പിന്നെ ഇപ്പോൾ പറയുന്ന പോലെ തന്നെ വൈകുന്നേരത്തെ ഫംഗ്ഷനിൽ മത്സരത്തിൽ നീ തന്നെ ആയിരിക്കണം വിന്നർ. അത് കേൾക്കാൻ ഞങ്ങൾ കാതോർത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഫോൺ വെച്ചു. അതിനുശേഷം കിരൺ നേരെ പോകുന്നത് CS കാണാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ്റെ അടുത്ത് ചെന്നതും കിരൺ ചോദിച്ചു, അച്ഛനിപ്പോൾ എന്താ അങ്ങനെ ഒരു സംശയം തോന്നാനായിട്ട്? മോനേടാ, ഞാൻ പറഞ്ഞില്ലേ താരയുടെ അടുത്ത് ഞങ്ങൾ വാങ്ങി കൊടുത്തയച്ച സാരി, ആ സാരി ഉടുത്തോണ്ടാണ് സാരി ഇന്ന് ക്ഷേത്രത്തിൽ വന്നത്. അപ്പം അങ്ങനെ അവൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താര ആ വീട്ടിൽ ചെന്നിട്ടുണ്ടെന്നല്ലേ അർത്ഥം. എനിക്ക് നല്ല പേടിയുണ്ട് മോനെ, ശാരിയും സരയും കൂടി താര എന്തെങ്കിലും ചെയ്തതായിരിക്കുമെന്ന്. അച്ഛൻ അങ്ങനെയൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ മനോഹരനെ ഒന്ന് കുടഞ്ഞു നോക്കട്ടെ. അവൻ്റെ അടുത്തുനിന്ന് മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ കിരൺ ആ സത്യങ്ങളൊക്കെ അന്വേഷിച്ചറിയാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഈ സമയമാണെങ്കിലോ നമ്മുടെ മനു കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഒരു 2 ലക്ഷം രൂപ കയ്യിൽ കിട്ടിയിട്ടുണ്ടല്ലോ. അതിന്റെ സന്തോഷത്തിൽ ഇത്തവണത്തെ ഓണം നമുക്ക് കളർഫുൾ ആക്കാടാ. എന്തായാലും താര മരിച്ചിട്ടില്ല എന്നുള്ള സത്യം, ആ ഒരു സത്യം നമ്മുടെ മനു ശാരിയിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഈ ഒരു കാര്യം പറഞ്ഞിട്ട് വേണം പുള്ളിക്കാരന് കാശടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ താരയെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആക്കിയിരിക്കുകയാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് മനു ചില പർച്ചേസിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തിരക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും കിരണിന്റെ കോള് വരിക. നീ എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചു. എന്താ കിരൺ സാറെ വിളിച്ചത്? ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഇവിടെ പുറത്താ ഉള്ളത്. നിന്നെ അകത്താക്കണ്ട എങ്കിൽ നീ ഇപ്പൊ തന്നെ വന്ന് എന്നെ കണ്ടോളണമെന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ കിരൺ സാറേ എന്ന് പറഞ്ഞ് മനു ഫോൺ വെച്ചു. അതിനുശേഷം മനുവും കിരണും തമ്മിൽ ആ ഒരു കൂടിക്കാഴ്ച നടക്കുകയാണ്. അവിടെ വെച്ച് മനുവിനോട് കിരൺ ചോദിച്ചു, സത്യം പറയും, നിന്റെ അമ്മായിയമ്മയും നിന്റെ ഭാര്യയും കൂടി ആ താരാൻറ്റി എങ്ങാനും തല്ലിക്കൊന്നോ? എന്താ സാറേ അങ്ങനെ ചോദിക്കാൻ കാരണം? അതെ, താരാൻറ്റി 2-3 ദിവസമായിട്ട് മിസ്സിംഗ് ആണ്. താരാൻറ്റിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ഞങ്ങൾ അതിന്റെ ഒരു അന്വേഷണത്തിലാണ്. അതുകൊണ്ട് സത്യമായിട്ട് പറഞ്ഞോളാൻ പറഞ്ഞു. അവസാനം നമ്മുടെ മനുത മുട്ടുകുത്തി കിരണിന്റെ അടുത്ത് പറഞ്ഞു, അതെ കിരൺ സാറേ, ഒന്നും പറയണ്ട. എൻ്റെ അമ്മായിയമ്മ എന്ന് പറയുന്ന താടകയുണ്ടല്ലോ, അവര് താരാൻറ്റിയുടെ തലക്കടിച്ചു. അങ്ങനെ താരാൻറ്റിക്ക് ഒരു പരിക്ക് പറ്റി. പക്ഷെ കിരൺ സാർ പേടിക്കണ്ട, ഞാൻ താരാൻറ്റിയെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ആൻറ്റി അവിടെയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു. നീ പറയുന്നത് സത്യം തന്നെയാണോന്ന് കിരൺ ഒന്നുകൂടി ചോദിച്ചു. അതെ സാറേ, സത്യം തന്നെയാ ഞാൻ പറഞ്ഞത്. ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിന്റെ പേരിൽ ഞാൻ ശാരി ആൻറ്റിയോട് കുറച്ച് കാശൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിലൊന്നും പ്രശ്നമില്ല. നീ എന്തായാലും താര ആൻറ്റിയെ കാണിച്ചു തരണമെന്ന് പറഞ്ഞു. കിരണാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞ പാടെ തന്നെ അച്ഛനെയും വിളിച്ചു പറഞ്ഞു. അങ്ങനെ നമ്മുടെ CS-ഉം കിരണും അതുപോലെ തന്നെ മനുവും കൂടി താരയെ ആശുപത്രിയിൽ പോയി കാണുകയാണ്. അപ്പം അവിടെ ചെന്ന് കാണുമ്പോഴാണെങ്കിലോ താര ഇങ്ങനെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ട് വയ്യാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത്. തലയ്ക്ക് അടിയേറ്റതാണല്ലോ.
അതുകൊണ്ട് തന്നെ ചെറിയ ക്ഷീണവും മയക്കവും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇവർ കണ്ടതും താരയ്ക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ശാരി മൂലമാണെന്ന് അറിഞ്ഞ കിരണിന് ശരിക്കും അങ്ങ് ദേഷ്യം വരികയാണ്. കിരൺ നേരെ പോയി ശാരിയുടെ അടുത്തേക്ക്. അപ്പം സരയും ആ വീട്ടിലുണ്ടായിരുന്നില്ല. അങ്ങനെ ശാരിയെ കണ്ടതും ശാരിയോട് ചോദിച്ചു, അതെ ഇവിടെ മകൾക്ക് ഓണക്കോടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ട അമ്മ വന്നായിരുന്നു, നിങ്ങൾ അവരെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുക. മോനെ എന്താ നീ ഇപ്പൊ അങ്ങനെ ചോദിക്കുന്നത്? താര ഇവിടെ വന്നിട്ടില്ലല്ലോ, താരയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇല്ലല്ലേ? ഒരു പാവപ്പെട്ട സ്ത്രീയെ തലക്കടിച്ച് വീഴ്ത്തി കൊന്നിട്ട് എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ നിന്ന് പൊട്ടം കളിക്കുകയാണ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് കിരൺ നല്ല രണ്ട് വർത്തമാനം അങ്ങ് പറയുക. ഈ സമയത്താണെങ്കിലോ ശാരി കിരണിനോട് താൻ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും ഉള്ള മാപ്പ് ചോദിക്കുക. എന്നോട് ക്ഷമിക്കണം മോനെ, അവള് മരിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ്. അവളെ ഞാൻ പിടിച്ച് തള്ളിയ സമയത്ത് അവളുടെ തല പോയി ഇടിച്ച് അങ്ങനെ പരിക്ക് പറ്റിയതാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഈ സത്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എത്രമാത്രം ക്രൂരതയാണ് ഒരു പാവപ്പെട്ട സ്ത്രീയോട് കാണിച്ചതെന്ന്. അവരുടെ സ്വന്തം മകള്, അവരുടെ രക്തത്തിലുണ്ടായ കുഞ്ഞ്, ആ കുഞ്ഞിന് ഒരു പുടവ കൊടുക്കാൻ വേണ്ടി വന്നതല്ലേ അവര്. എന്നിട്ട് നിങ്ങൾ അതിന് പോലും സമ്മതിച്ചില്ലല്ലോ. ആ പാവത്തിനെ തല്ലിക്കൊന്നില്ലേ എന്നൊക്കെ ചോദിച്ച് കിരൺ ഒരുപാട് ദേഷ്യത്തില് നമ്മുടെ ശാരിയുടെ അടുത്ത് സംസാരിച്ചു. അപ്പോഴാണ് ശാരി തൊഴുതുകൊണ്ട് പറഞ്ഞു, എൻ്റെ മോനെ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. എൻ്റെ മോൾ ഈ സത്യങ്ങളൊന്നും അറിയരുത്, നീ അവളോട് പറയരുത് എന്ന് പറഞ്ഞ് കിരണിന് മുന്നിൽ തൊഴുത് നിൽക്കുന്ന നമ്മുടെ ശാരിയെ കാണിച്ചുകൊണ്ടാണ് ആ ഒരു പ്രമോ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ ദാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്ത് പോവുക, കമൻറ്റ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ഓണമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വെൻഡിപ്പിയാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. അമ്മ കഴിഞ്ഞ